ഷെഫ് സീക്രട്ടിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു ബിരിയാണിയാണ്. ദേശിംഗനാടൻ ചിക്കൻ ബിരിയാണി. ഈ സ്ഥലം എവിടെയാണെന്ന് അമ്പരക്കുന്നവർ ഉണ്ടാകാം. നമ്മുടെ കൊല്ലത്തിന്റെ മറ്റൊരു പേരായിരുന്നു അത്. അപ്പോ ആ പ്രത്യേക രുചിക്കാഴ്ചയിലേക്ക് നമുക്ക് കടന്നാലോ? അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആദ്യം പരിചയപ്പെടാം. ബിരിയാണി അരി 7 കിലോ, ഗ്രാമ്പു ആവശ്യത്തിന്, പട്ട ആവശ്യത്തിന്, തക്കോലം ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, കുങ്കുമപ്പൂവ് ആവശ്യത്തിന്, സവോള 4 കിലോഗ്രാം, പച്ചമുളക് 200 ഗ്രാം, കറിവേപ്പില ആവശ്യത്തിന്, തക്കാളി 2 കിലോ, മഞ്ഞൾപ്പൊടി 2.5 സ്പൂൺ, വെളിച്ചെണ്ണ 150 ഗ്രാം, മല്ലിപ്പൊടി 3 സ്പൂൺ, പിരിയൻ മുളക് പൊടി 4 സ്പൂൺ, ഗരം മസാല പൊടി 3 സ്പൂൺ, കുരുമുളക് പൊടി 3 സ്പൂൺ, നെയ്യ് 400 ഗ്രാം, തേങ്ങ അരച്ചത് 4 മുറി തേങ്ങയുടേത്, ഇഞ്ചി പേസ്റ്റ് 100 ഗ്രാം, വെളുത്തുള്ളി പേസ്റ്റ് 100 ഗ്രാം, സവോള വറുത്തത് ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്, പുതിനയില ആവശ്യത്തിന്, ക്യാരറ്റ് ആവശ്യത്തിന്, ചിക്കൻ 3.5 കിലോഗ്രാം, അണ്ടിപ്പരിപ്പ് 250 ഗ്രാം പേസ്റ്റ്, മുന്തിരി ആവശ്യത്തിന്, പൈനാപ്പിൾ എസൻസ് ആവശ്യത്തിന്, റോസ് വാട്ടർ ആവശ്യത്തിന്. ആദ്യമായി ഒരു വലിയ ചെമ്പ് അടുപ്പത്ത് വച്ച് വെള്ളം തിളയ്ക്കാൻ വെക്കണം. തിളച്ചു വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഗ്രാമ്പൂ, കറുവാപ്പട്ട, തക്കോലം എന്നിവ ചേർക്കണം. അതിനുശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കണം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വച്ചിരിക്കുന്ന 7 കിലോ ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. ഒരു 15 മിനിറ്റ് ഇത് വേവാൻ വേണ്ടി മൂടി വെച്ചു കൊടുക്കണം. ഇടയ്ക്ക് ഇതിന്റെ മൂടി മാറ്റി കുങ്കുമപ്പൂവിന്റെ കൂട്ട് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് മറ്റൊരടുപ്പിൽ വലിയ ഒരു ഉരുളി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 150 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, കറിവേപ്പില, തക്കാളി എന്നിവയിട്ട് നന്നായി വഴറ്റിയെടുക്കണം. വഴന്നു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വീണ്ടും വഴറ്റാം. എന്നിട്ട് മല്ലിപ്പൊടി ഒരു 3 സ്പൂണും, സ്പൂൺ കുരുമുളക് പൊടിയും, 4 മുറി തേങ്ങ അരച്ചു വച്ചതും, 250 ഗ്രാം അണ്ടിപ്പരിപ്പ് അരച്ചു വച്ചതും, ഗരം മസാല 3 സ്പൂണും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് ഇളക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 3.5 കിലോ ചിക്കൻ പീസുകൾ ചേർത്ത് വേവിച്ചെടുക്കണം. ഇത് 20 മിനിറ്റ് നേരം വേവാൻ അനുവദിക്കണം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രം ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിലേക്ക് മാറ്റി വച്ചിരിക്കുന്ന സവോള, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എന്നിവ വറുത്ത് കോരാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി ചോറും ചിക്കനും റെഡിയായി കഴിയും. ഇനി നമുക്ക് ദം സെറ്റ് ചെയ്യാം. അതിനായി ഒരു വലിയ ചെമ്പില് നെയ്യ് 3 സ്പൂൺ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന ഉള്ളി, അണ്ടിപ്പരിപ്പ്, കറിവേപ്പില, കുറച്ചു മല്ലിയില, പുതിനയില എന്നിവ ഇട്ട ശേഷം അതിന് മുകളിലായി വേവിച്ചു വച്ചിരിക്കുന്ന റൈസും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് നെയ്യും വറവലും കൂടി വിതറി റോസ് വാട്ടറും പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി പ്രത്യേകം ഒരു 5 മിനിറ്റും ദം ചെയ്ത ചോറ് 5 മിനിറ്റും കൂടി ഇരുന്നാൽ ദേശിംഗനാട് ബിരിയാണി റെഡിയാകും. നമ്മുടെ ഓരോ നാട്ടിലും ഇത്തരത്തിൽ വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഇനിയുമുണ്ട്. അവയ്ക്കായി ഷെഫ് സീക്രട്ടിലൂടെ കാത്തിരിക്കുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.